ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ തോമാസ് ലേഹയുടെ തിരുനാളിൽ ഈ ജൂലൈ 3-ാം തീയതി പ്രത്യേകിച്ച് നിങ്ങൾ വലിയ അനുഗ്രഹത്തോടെ ഈ ദിവസം ആഘോഷിച്ചതിനെ ഓർത്ത് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഈ തിരുനാൾ ദിവസം എൻ്റെ നാമകേതക തിരുനാൾ കൂടിയായിരുന്നു. അത് ഓർത്ത് വിഷ് ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി. തോമാസ് ലേഹയെ പോലെ ഞാനും ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ എന്നിൽ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മൾ കടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു സങ്കീർത്തന ഭാഗം, അതിലെ ഒരു 2 വചനങ്ങളൊന്ന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ പാട്ട് ഇങ്ങനെ കേട്ടില്ലേ, ഈ വചനം ഇങ്ങനെ നിങ്ങളോട് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വരികളാണിത്. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാം. ആ പാട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടോ? പഴയൊരു പാട്ടല്ലേ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാം. എന്ന് വെച്ചാൽ ഈശോ നമ്മളെ നിർത്തിയെന്ന്. നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഓരോ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത അതാണ്: ഞാൻ നിന്നതല്ല, കർത്താവ് എന്നെ നിർത്തിയതാണ്. ഞാൻ ചുമ്മാ ജീവിച്ചതല്ല, അതിജീവിക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചതാണ്, ശക്തിപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കണം. ഈശോയുടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ഓർക്കണം. ഒരു വർഷം പൂർത്തിയാക്കി, ഒരു മാസം പൂർത്തിയാക്കി, ഒരു ദിവസം കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഒരു പ്രശ്നത്തെയും കൂടെ നമ്മൾ അതിജീവിച്ചു, ഒരു കാര്യം കൂടെ സോൾവ് ചെയ്യാൻ പറ്റി. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. കർത്താവ് കൂടെ നിന്നതുകൊണ്ട് നമുക്കെല്ലാം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. സങ്കീർത്തനം 30-ലെ ഒരു 2 വചനങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. 30-ാം സങ്കീർത്തനം, അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ അതൊന്ന് എടുക്കാവോ? സങ്കീർത്തനം 30, 6ഉം 7ഉം വാക്യം. വചനം ഇങ്ങനെയാണ്: ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ലെന്ന് എന്ന് വെച്ചാൽ അത് അഹങ്കാരത്തോടെയുള്ള പറച്ചിലല്ല കേട്ടോ, ഒരാത്മവിശ്വാസമാണ്. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു, ഞാൻ കുലുങ്ങത്തില്ല എന്ന് എൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു. 7ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ: കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിച്ചിരുന്നു. ഞാൻ കുലുങ്ങാത്തത്, ഞാൻ വീഴാത്തത്, ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കാരുണ്യം എന്നെ ഉറപ്പുള്ളൊരു പർവ്വതം പോലെ എന്നെ പിടിച്ചു നിർത്തിയെന്നാണ്. കുലുങ്ങാതെ നിൽക്കുന്നത് കർത്താവ് നിർത്തിയത് കൊണ്ടാണ്. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. പ്രിയപ്പെട്ട സ്വരങ്ങൾ എപ്പോഴും ഇത് മനസ്സിൽ ഓർക്കണം. എളിമയോടുകൂടി ഞാനും നിങ്ങൾ ഓർക്കേണ്ടതാണ്: ഞാൻ നിന്നതല്ല, ഞാൻ വീഴാതിരുന്നതല്ല, ഞാൻ കുലുങ്ങാതിരുന്നതല്ല, കർത്താവ് എന്നെ പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട്, അവിടുത്തെ കാരുണ്യം എനിക്ക് കെട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഒരു പർവ്വതം പോലെ എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റി. ഓർത്തെ, കടം വന്നില്ലേ, രോഗങ്ങൾ വന്നില്ലേ, റിജക്ഷൻസ് വന്നില്ലേ, മനസ്സിൽ വലിയ ടെൻഷൻസ് വന്നില്ലേ, ഇതെല്ലാം ഇട്ടേച്ച് പോകണം തോന്നിപ്പോയ സമയങ്ങളില്ലേ, മടുത്തു നിന്ന് തോന്നിപ്പോയ സമയമില്ലേ, കർത്താവ് ഇത് എന്തിനാ ഈ ജീവിതം എന്നൊക്കെ തോന്നിപ്പോയില്ലേ? പക്ഷെ എന്നിട്ട് നീ നിന്നു. നിന്നതല്ല, ദൈവം നിന്നെ നിർത്തിയതാണ്. അവിടുത്തെ കാരുണ്യം ഒരു പർവ്വതം പോലെ നിന്നെ ഉറപ്പിച്ച് നിർത്തി. വിശ്വാസം ഉള്ളിലേക്ക് വേണം. ഇപ്പം നിർത്തിയെങ്കിൽ ഇനിയും നിർത്തും. ഇപ്പോൾ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. പഴയ കാലങ്ങളൊന്ന് ഓർത്തേക്കണം. കർത്താവ് ഇതിനു മുമ്പും എന്നെ സ്ട്രോങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കടന്നു പോണ ഈ സ്ട്രഗിളിനെയും അതിജീവിക്കാൻ ഒരു പ്രകാശം കർത്താവ് തരുമെന്ന്. തൊട്ടടുത്ത വാക്ക് ഇങ്ങനെയാണ്: അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. ഒറ്റ കാര്യത്തിലേ നമ്മൾ പേടിക്കേണ്ടതുള്ളൂ: ഈശോയുടെ പ്രസൻസ്. ഈശോ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ നമ്മൾ പരിഭ്രമിക്കും. കടമാണ്, രോഗമാണ്, വേദനയാണ്, സങ്കടങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് ഒറ്റ കാര്യം ഉറപ്പുവരുത്തണം: എൻ്റെ ഈശോ കാണുന്നുണ്ടെന്നും ഞാൻ ഈശോയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ ഉറപ്പുവരുത്തിയാൽ പിന്നെ പരിഭ്രമിക്കില്ല. ടെൻഷൻസ് വരാം, വീണു പോകത്തില്ല, ആകുലതകൾ വരാം, പക്ഷേ ഒഴുകി അലിഞ്ഞ് ഇല്ലാണ്ടായി പോകില്ല. നമ്മൾ പിടിച്ചു നിൽക്കും, അതിനെ അതിജീവിക്കാൻ തന്നെ ചെയ്യും. കാരണം വീണ്ടും വീണ്ടും പറയുന്നു: നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാണ്. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ ഒരു പർവ്വതം പോലെ ഉറപ്പിച്ചു നിർത്തി. അങ്ങ് മുഖം മറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. ഈശോ നമ്മളെ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഈശോയുടെ മുമ്പിലാണ് നമ്മളെന്നുള്ള ഒരു ഉറപ്പ് വരുത്തണം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ബോധ്യം നിറയണം: കർത്താവേ, എന്തൊക്കെ സംഭവിച്ചാലും, എനിക്ക് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വരുന്നു, സങ്കടപ്പെടുത്തുന്നു, എൻ്റെ പരിഭ്രമങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അങ്ങയുടെ മുഖം അങ്ങ് എന്നിൽ നിന്ന് മറക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങണം. സങ്കീർത്തനം 30-ന്റെ 5ാമത്തെ വാക്യം ഇങ്ങനെയാ: അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനം നിലനിൽക്കുന്നു. ഇതൊന്ന് അടയാളപ്പെടുത്തിയിട്ട്: രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. രാത്രിയിൽ വിലാപം ഉണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷം കൂടി വരും. എന്ന് വെച്ചാൽ ഈ രാത്രി തീരും, നാളെ വീണ്ടും നമുക്കൊരു പ്രഭാതം ഉണ്ടാവും. എല്ലാം ശരിയാകുമെന്നല്ല പറയണേ. ടുമോറോ, നമുക്ക് നാളെ പിന്നെ ഒരു ദിവസം ഉണ്ട്, നമുക്കൊന്നുകൂടെ നോക്കാമെന്ന്. അടുത്തിടയ്ക്ക് എവിടെയോ വായിച്ച ഒരു വരികളാണ്: ഇവിടെ പഴയതുമില്ല, നാളെയില്ല, ഇപ്പം മാത്രമേ ഉള്ളത്. ദർ ഇസ് നോ പാസ്റ്റ്, ദർ ഇസ് നോ ഫ്യൂച്ചർ, ഓൺലി ടുഡേ. ആ ടുഡേ, ഈ ഇന്ന് ദിവസം നമുക്ക് തരുന്നത് ഈശോയാണ്. ഇന്നത്തെ ഒരു ദിവസം തീർന്നു, നാളെ എന്താവും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ രാത്രി തെളിയും, നാളെ പ്രകാശം വിടരും, കർത്താവ് ഒരു വെട്ടം തരും, നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇരുട്ട് കൂടുമ്പോൾ, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ, കാലെടുത്ത് മുന്നോട്ട് വയ്ക്കാൻ ഒരു തരി വെട്ടം പോലും കിട്ടാതിരിക്കുമ്പോൾ, അവിടെ ഒരു മെഴുകുതിരി വെട്ടം കാണുന്നതൊന്നും അല്ല വലിയ അത്ഭുതം. പകരം ആ ഇരുട്ടത്തും
മുന്നോട്ട് നീങ്ങാൻ ഒരു പ്രത്യാശ, ഒരു ധൈര്യം കർത്താവ് ഉള്ളിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. എപ്പോഴും തിരിവട്ടം കാണണമെന്നില്ല, എപ്പോഴും വഴി തെളിച്ചു തരാൻ ആളുകൾ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മുൻപിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കണമെന്നില്ല. ഇരുട്ട് വരാം, ആ ഇരുട്ടിൻ്റെ ദിവസങ്ങൾ കൂടിക്കൂടി നിന്നേക്കാം, ഒരു തരി വെട്ടം പോലും കാണാതെ അലയേണ്ട സമയങ്ങൾ വന്നേക്കാം. പക്ഷേ പ്രകാശം കാണുന്നില്ലെങ്കിലും, തിരി കെട്ടുപോയെങ്കിലും, വെളിച്ചം കാണിച്ചാൽ ഒരാൾ പോലും ഇല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അഗ്നി എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. പ്രത്യാശയാകുന്ന അഗ്നി ഈ ഇരുട്ടത്ത് നടക്കാനും കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ എന്നെ ഇട്ടേച്ചു പോവില്ല എന്നുള്ള ആ ബോധ്യം ഉള്ളിൽ നിറയുന്നതാണ്. ദാറ്റ്സ് ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈശോയാകുന്ന ആ പ്രകാശത്തിൽ നടക്കുക. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞ ഈശോയെ നിങ്ങൾ മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കും 1-ാമത്തെ അധ്യായത്തിൽ ഒരു വചനം ഇങ്ങനെയുണ്ട്, കണ്ടുപിടിച്ചൊന്ന് വായിക്കണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആ വചനം കിട്ടുവാണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടൊരു ലോകത്തിലെ ഒരന്ധകാരത്തിനും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഈശോയെക്കുറിച്ചാണ്. ആ വചനം ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അത് ഉള്ളിലോട്ട് ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്തിടണം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്നിട്ടേര്. കുറച്ച് ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങുക, കുറച്ച് കാൽവെപ്പുകളോടെ മുന്നോട്ട് നീങ്ങുക. കാലൊന്ന് ഇടറിയാലും ഒന്ന് പരിഭ്രമിച്ചാലും ഈ രാത്രി മാറും, പ്രകാശം തെളിയും എന്നുള്ളത് മനസ്സിൽ നിന്ന് ഒരിക്കലും വിട്ട് കളയാതിരിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.